അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചായയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചായയാണ്. നമ്മളിതിലൊരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ സാധാരണ ചായയിൽ നിന്ന്. എനിക്ക് റസീന ഷാഫി ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു വെറൈറ്റി ചായയുടെ റെസിപ്പി ഇടാനായിട്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാനൊരു ചായപാത്രത്തിനകത്ത് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം. നിങ്ങളുടെ കടുപ്പ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മതി. കൊക്കോ പൗഡർ ചിലപ്പോൾ നല്ല കട്ടിയുള്ള കൊക്കോ പൗഡർ അതുപോലെ കളർ കുറവുള്ള കൊക്കോ പൗഡറും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. ഹർഷീസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ചായയിൽ ചായയുടെ ടേസ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഒരുപാട് മുന്നിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അത് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങി നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കാം. 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളക്കണം. അപ്പോഴാണ് അതിനകത്ത് നിന്ന് നമ്മുടെ ചായപ്പൊടിയുടെ കളറും അതുപോലെ തന്നെ കൊക്കോ പൗഡറും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചിട്ടൊരു ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. ഇതിൽ നിങ്ങൾ വിചാരിക്കും ഇത് കോൾഡ് കോഫിയൊക്കെ പോലെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ മെയിനായിട്ട് ചായയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. ചെറിയൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം എപ്പോഴും നമ്മൾ സെയിം ചായയിൽ കുടിക്കണേ. ഒരു തവണ നമുക്ക് വെറൈറ്റി ആയിട്ട് കുടിച്ച് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും കൊക്കോ പൗഡറുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ റസീന ഷാഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു റെഡ് ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മടിയില്ലാതെ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.